ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം സ്മാർട്ട് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 20-ലേറെ വർഷമെടുത്തു ഈ ദൗത്യത്തിലേക്ക് എത്താൻ. ചന്ദ്രനിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യമായി അങ്ങനെ ജപ്പാൻ മാറുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വാർത്താമഴയിൽ ചേരുന്നത് സ്മിത ഹരിദാസാണ്. സ്മിത, അത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണല്ലോ. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ജാക്സ ആണ് ഈ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച വൈകിട്ട് 7:45 ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നതല്ലാതെ കൃത്യമായി തന്നെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. പേടകം ചന്ദ്രന്റെ ഉപരിതലത്തെ തൊട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിന് ശേഷം അമേരിക്കയുടെ ഒരു സ്വകാര്യ കമ്പനി ഈ ദൗത്യത്തിന് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ നിർണായകമായ ഒരു നേട്ടമായി മാറുന്നു ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ ചാന്ദ്ര ദൗത്യം പൂർത്തിയാക്കുമ്പോൾ. മൂൺ സ്നൈപ്പർ എന്നാണ് ദൗത്യത്തിന് പേര്. ജപ്പാന്റെ സ്മാർട്ട് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമ്പോൾ 5ാമത്തെ രാജ്യമായി മാറുന്നു. US, അമേരിക്ക, USSR, ചൈന, ഇന്ത്യ, അതിനുശേഷം ഇപ്പോൾ ജപ്പാനും 5ാമത്തെ രാജ്യമായി ഇടം പിടിച്ചിരിക്കുന്നു. ചന്ദ്രനിലിറങ്ങിയ 5ാമത്തെ രാജ്യമായി ജപ്പാൻ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് ചരിത്രത്തിലൊരു നിർണായക ദൗത്യമായി കൂടി മാറുന്നുണ്ട്. ഉന്മേഷ്, ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ദൗത്യങ്ങൾ അത് ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഏതാനും നിശ്ചയിച്ച സ്ഥലത്തു നിന്ന് ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇത് ഇറങ്ങുമ്പോൾ. പക്ഷേ ഇത് ജപ്പാന്റെ ഈ ദൗത്യത്തിൽ ഇത് ഗതി നിർണയം അത് കൃത്യമായി തന്നെ 100 മീറ്ററിന് അകത്ത് അതിൽ തന്നെ ഇറങ്ങും എന്നുള്ളതായിരുന്നു ഈ ദൗത്യത്തിന്റെ ഒരു പ്രത്യേകത. അത് കൃത്യമായി ആ രീതിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വരുന്ന ബഹിരാകാശ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഇതൊരു നിർണായക ഘടകമായി മാറും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത് മറ്റൊരു പ്രത്യേകത, കുറച്ചൊരു ചരിഞ്ഞ പ്രതലത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതും അടുത്ത ഒരു നേട്ടമായി തന്നെ ജപ്പാന് ഉയർത്തിക്കാണിക്കാൻ കഴിയും. സ്മാർട്ട് ലാൻഡർ ഇറങ്ങുമ്പോൾ 100 മീറ്ററിനകത്തു തന്നെ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ചരിഞ്ഞ പ്രതലത്തിൽ ഇറങ്ങുന്നു. 2 പതിറ്റാണ്ടിലേറെ എടുത്ത് ഇത് വികസിപ്പിച്ചെടുത്തു. ഇമേജുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലാൻഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന സാങ്കേതിക മികവ്, ഭാരം കുറഞ്ഞ ഈ ഒരു പേടകം, ഇതെല്ലാം തന്നെ ജപ്പാന് ഈ 5ാമത്തെ രാജ്യമായി മാറുമ്പോൾ ജപ്പാൻ ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നു. ചരിത്രത്തിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ നേട്ടത്തിലേക്ക് ജപ്പാൻ കുതിച്ചു എന്നുള്ളതാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അമേരിക്ക ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 50% നേട്ടം ഇതിൻ്റെ ഒരു വിജയം, അതാണ് വിദഗ്ധർ, ഗവേഷകർ ഉൾപ്പെടെ സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ രീതിയിലല്ല പോയത്. കൃത്യമായി ഇന്നത്തെ ദിവസം അല്പസമയങ്ങൾക്ക് മുൻപ് കൃത്യമായി ചന്ദ്രോപരിതലത്തെ തൊട്ടിരിക്കുന്നു. സ്ലിം. ശരി, സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടത്തിലേക്ക് എത്തുകയാണ് ജപ്പാൻ. ഇപ്പോൾ അവരുടെ ചാന്ദ്ര ദൗത്യം അത് നടത്തിയിരിക്കുന്നു. അങ്ങനെ 5ാമത്തെ രാജ്യമാകുന്നു. ചന്ദ്രനിലിറങ്ങുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ മാറിയിരിക്കുകയാണ്.